ഇനി ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. വിവാഹ നിശ്ചയം മുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തിനാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? മുടങ്ങിയെന്നോ? എങ്ങനെ? വിവാഹ നിശ്ചയം നടത്താൻ പെൺകുട്ടി മാത്രം മതിയോ? ചെറുക്കനും കൂടി വേണ്ടേ? അജയൻ മുഹൂർത്തം കഴിഞ്ഞിട്ടും ഇതുവരെ എത്തിയില്ല. അവനിപ്പോ ഒരു ചികിത്സയില്ല, ഈ ഉഴിച്ചിലിന്റെ. വൈദ്യൻ നമ്മുടെ ആയുർവേദ ഡോക്ടർ അബ്ദുൽ ഖാദറില്ലേ, ആ ഡോക്ടറാ. കുറച്ചുകൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ ആ അജയൻ എന്ന് പറയുന്നവനെ ഞങ്ങളങ്ങ് പൊക്കിയെന്ന്. എനിക്കറിയാം ഏട്ടത്തിയുടെ മനസ്സിലിപ്പോ എന്താണെന്ന്. ആ നിശ്ചയം മുടങ്ങിയാലും സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ച് നടത്താന്നുള്ളതല്ലേ? പറയുന്നോണ്ടൊന്നും തോന്നരുത്, അതും നടക്കാൻ പോകുന്നില്ല. കാരണം സന്ദീപ് ഇപ്പോ എന്റെ കൂടെയുണ്ട്. കയറ്റുമതി ചെയ്തിട്ട് അതുപോലെ തന്നെ ഇറക്കുമതി ചെയ്തൊരു സാധനം അടുത്ത് നിൽപ്പില്ലേ? അതിനോട് ഇപ്പോഴേ വേണമെങ്കിൽ രാജ്യം വിട്ടോളാൻ പറ. അച്ഛന്റെ മുമ്പിൽ ചെന്നാ എന്താ സംഭവിക്കാന്ന് ഊഹിക്കാലോ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? കൂടുതൽ ഓണം ഉണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഹേടത്തിയുടെ പ്ലാൻ എല്ലാം കറക്റ്റ് ആയിരുന്നു ഇന്നലെ വരെ. ഞാനാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. രാവിലെ എത്തണം നീ. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല വെടിപ്പായിട്ട് ചേച്ചി ചെയ്തു തന്നേക്കാം. അർച്ചന നിങ്ങളെക്കാളുമൊക്കെ, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും ഒക്കെ ദൂരെയാണ്. എത്ര നീട്ടി എറിഞ്ഞാലും അർച്ചനയുടെ അടുത്തെത്തില്ല അവന്തികെ. ഇനിയും സന്ദീപിനെ കാത്തു നിന്ന് വെയിൽ കൊള്ളാതെ വേഗം വിട്ടോ നെല്ലിശ്ശേരിയിലേക്ക്. അതിനു മുമ്പേ കേട്ടാ മനസ്സിലാവുന്ന തരത്തിൽ ഒരു കള്ളം കൂടി പഠിച്ചു വെച്ചോ. അച്ഛന്റെ മുമ്പിൽ ചെന്ന് പറയാൻ എല്ലാം തുടങ്ങി വെച്ച ആളല്ലേ. അതുപോലെ തന്നെ എല്ലാം അങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഞാൻ പലവട്ടം പറഞ്ഞതാ എന്നോടുള്ള ഈ കളി അവസാനിപ്പിക്കാൻ. അർച്ചനെ ജയിക്കാൻ അവന്തിക ആയിട്ടില്ല. ഇതിപ്പോ എന്റെ ബോധം പോകുന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ ബോധം പോകുന്ന മട്ടാണല്ലോ. കോള് കട്ട് ചെയ്തോ? എന്നിട്ടേ വേഗം നെല്ലിശ്ശേരിയിലേക്ക് വാ, ബാക്കി അവിടെ. ഇതിന് നിങ്ങൾ എന്റെ കയറിയിട്ട് എന്താ കാര്യം? അവനിങ്ങി വന്നോളാന്ന് പറഞ്ഞു. ശരി എന്ന് ഞാനും പറഞ്ഞു. അവൻ വരാത്തതിന് ഞാനെന്ത് ചെയ്യും? നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല. അജയൻ ഇതുവരെ വന്നില്ലല്ലോ. ഇനി വന്നാലും മുഹൂർത്തം കഴിഞ്ഞത് കാരണം ഇന്ന് ചടങ്ങ് നടക്കേയില്ല. ഇന്ന് നടന്നില്ലെങ്കിൽ വേറൊരു ദിവസം നടത്തണം. അതെന്താ, ഇനിയുള്ള ദിവസങ്ങളൊന്നും മുഹൂർത്തം ഇല്ലേ? ഇത് തന്നെ എന്ത് കഷ്ടപ്പെട്ട് നടത്തിയത്. ഇനി ഇങ്ങനെ ഒരിക്കൽ കൂടി നടത്തണമെങ്കിൽ അതിനുള്ള പൈസ വേറെ കണ്ടെത്തണം. ഈ ആലോചന വന്നപ്പോ മുതൽ തുടങ്ങിയതാ നിങ്ങളുടെ ഈ ദാരിദ്ര്യം. മൂത്ത മരുമകൻ വലിയ കൊമ്പത്തെ ആളല്ലേ, പിന്നെന്തിനാ ഇല്ലാന്ന് മാത്രം പറയുന്നത്? അതെ, ഇവിടത്തെ ആളുകളുടെ വലിപ്പ ചെറുപ്പത്തിന്റെ കണക്ക് നിങ്ങൾ എടുക്കണ്ട. ഈ നിശ്ചയം മുടങ്ങിയത് അജയ് കാരണം. അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, വന്നതുമില്ല. ഇനി എന്താ അടുത്തെന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അല്ലാതെ ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അടുത്തത് എന്താന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇതുപോലെ വേറൊരു ദിവസം നടത്തണം. അത് സമ്മതിക്കാനുള്ളതിന് ദാരിദ്ര്യം പറയണോ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കുടുംബത്തിലേക്ക് എങ്ങനെ അതിന്റെ ചെറുക്കം വന്ന് കയറുന്നത്? ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. താൻ കുറെ നേരമായി ഞങ്ങളുടെ കുടുംബത്തെ പരിഹസിക്കുന്നു. ജനാർദ്ദന അളിയൻ പറഞ്ഞതല്ലേ, അവനിന്ന് വരാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. അല്ലാതെ ആരും പറഞ്ഞു പറ്റിക്കുന്നവനല്ല എന്റെ മോൻ. എന്നിട്ട് ആ മോൻ എവിടെയെന്നാ ചോദ്യം?
വരില്ലെങ്കിൽ അത് വിളിച്ചെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ അവൻ കാണിക്കണ്ടേ? മര്യാദയൊന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഞങ്ങൾക്ക് മര്യാദ ഉള്ളതുകൊണ്ടാ ഇവിടുന്ന് ഒരു ചുക്കും ചുണ്ണാമും കിട്ടില്ല എന്നറിഞ്ഞിട്ടും എന്റെ മോൻ ഇവിടുത്തെ പെണ്ണെ കെട്ടാൻ തയ്യാറായത്. അല്ലെങ്കിൽ മൂക്കി പല്ലും മുളച്ച് മോൾ ഇവിടെ തന്നെ നിൽക്കും. നിക്കട്ടെ, എന്റെ മോൾക്ക് അതാണ് വിധിയെങ്കിൽ അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ. അതെ, ഇവിടെ തന്നെ നിന്നോട്ടെ. ഇങ്ങനെ അങ്ങ് നിന്ന് പോതേ ഉള്ളൂ. കുറച്ചെങ്കിലും പുണ്യം കെട്ടിക്കോട്ടെ എന്ന് കരുതിയാ അവന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതെ, നിങ്ങൾ കുറെ നേരമായല്ലോ പ്രസംഗിക്കുന്നു. നിങ്ങളുടെ മോൻ ആര്? രാജകുമാരനോ? എല്ലാവരും പറഞ്ഞ് പറ്റിച്ചതും പോരാ, ഇനി നിങ്ങളുടെ വായിരിക്കുന്ന കൂടെ കേൾക്കണം. മീരേ, നീ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇവിടേക്ക് ഒന്ന് കയറിയതാ. ആ, അത് ഓർത്ത് മാത്രമാണ് ഞാൻ ഈ തള്ളെ തല്ലാത്തത്. അല്ലായിരുന്നെങ്കിൽ എന്റെ കുടുംബത്തെ കുറ്റം പറഞ്ഞപ്പോ തന്നെ അടിച്ച് 32 പല്ലും ഞാൻ താഴെ ഇട്ടേനെ. മീരെ നിർത്ത്. ഒരു വഴക്കിനല്ലല്ലോ എല്ലാവരും കൂടി ഇവിടെ കൂടിയത്. ഒരു മംഗളകർമ്മം നടത്താനല്ലേ. അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇനി എന്ത് ചെയ്യാൻ? എന്റെ മോളെ ഇവരുടെ മോനെ കൊണ്ട് കെട്ടിക്കുന്നില്ല, അത്ര തന്നെ. മാഷ് കേട്ടില്ലേ ഇവര് പറഞ്ഞതൊക്കെ? നമ്മുടെ അവസ്ഥ ഒന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതിനിപ്പോ ഇവരെന്തൊക്കെയാ പറഞ്ഞത്? ഇവരുടെ ഇടയിലേക്ക് പറഞ്ഞു വിട്ടാലും അവൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റും തോന്നുന്നുണ്ടോ? അറിഞ്ഞുകൊണ്ട് നമ്മളായിട്ട് എന്തിനാ അവളെ കൊലയ്ക്ക് കൊടുക്കുന്നത്? അതെ, നിങ്ങളുടെ മോൻ ഇവിടെ കൊടുക്കാൻ പെണ്ണില്ല, അത്ര തന്നെ. വേണ്ട, കെട്ടിപ്പോ ഞങ്ങൾ വെച്ചോ. ത്രിലോക സുന്ദരിയല്ലേ, ആണുങ്ങൾ വരി വരിയായിട്ട് നിൽക്കും. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ കുടുംബവുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന്. സംസാരങ്ങൾ കേട്ടില്ലേ? വൃത്തികെട്ട കൂട്ടങ്ങള്. നീ എന്തോ ചെയ്യുന്നേ? ഒരുമാതിരി പെണ്ണുങ്ങളെ മുന്നിൽ ഷോ കാണിക്കല്ലേ. ഇനി തനിക്ക് വേറെന്തൊക്കെ ഷോ കാണണം? ഇനി ഇവിടെ നിന്നാ ഇതായിരിക്കില്ല സംഭവിക്കുന്നത്. എല്ലാത്തിനെയും ചവിട്ടിക്കൂട്ടി കളയും ഞാൻ. അതുകൊണ്ട് വന്ന പോലെ പോകാൻ നോക്ക്. ഇനി ഈ വിവാഹത്തിന്റെ പേരും പറഞ്ഞ് ആരും ഇവിടേക്ക് വരണ്ട. വിടുന്നേ. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ മോൻ കെട്ടാത്ത കൊണ്ട് എന്റെ അനിയത്തി ഇവിടെ നിന്ന് പോയാ അവളെ ഞാൻ നോക്കിക്കോളാം. അനുപേട്ടനൊന്ന് മാറിയേ. പറഞ്ഞതൊക്കെ തലേ കയറിയെങ്കിലേ എല്ലാവർക്കും പോവാം. മോൻ വരുമ്പോ പറഞ്ഞേക്ക് ഇനി ഈ നടയെ കണ്ടുപോരുതെന്ന്. ഇനി എന്തോന്ന് കാണാനാ ഇവിടെ നിൽക്കുന്നത്? മനസ്സിലായില്ലേ എല്ലാം? നീ ചെവിയിലും നുള്ളിക്കോ, കേട്ടോടാ. താൻ ഇറങ്ങി പോടോ. മാധവാ, വണ്ടി എടുക്ക്. എന്താ എന്തുപറ്റി? നിശ്ചയം നടന്നില്ല മോളെ, അത് മുടങ്ങി. അജയൻ വന്നില്ല മോളെ. അതിനെ ചൊല്ലി വഴക്കായി. ഇരു കൂട്ടരും ഈ ബന്ധം വേണ്ടാന്ന് വെച്ചു. എല്ലാവരുടെ അടിയും വഴക്കൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ എനിക്കും ചിലത് പറയാനുണ്ടായിരുന്നു. ഈ വിവാഹം വന്നപ്പോ മുതൽ ഞാൻ എല്ലാവരോടും പറയുന്നല്ലേ എനിക്ക് ഈ വിവാഹം വേണ്ട വേണ്ടെന്ന്. എന്റെ അഭിപ്രായം ആരെങ്കിലും മൈൻഡ് ചെയ്തോ? ഇനി ഞാൻ എത്ര പെണ്ണ് കാണലും നിശ്ചയത്തിനൊക്കെ ഇതുപോലെ വേഷം കെട്ടി നിൽക്കേണ്ടി വരും. നീ ക്ഷമിക്ക്. ഏട്ടനൊരു അബദ്ധം പറ്റിയത്. ഇതിനേക്കാളും നല്ലൊരു ബന്ധം ഉടനെ ഏട്ടൻ നിനക്ക് കൊണ്ടുവരും. വേണ്ട.
എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. എന്നെ വിവാഹം കഴിപ്പിച്ചയക്കാൻ അനുപെണ്ണിൽ എത്ര രൂപയുണ്ട്? അച്ഛന്റെ അമ്മയുടെ കയ്യിലുണ്ടോ? ഈ നിശ്ചയം നടത്താൻ വേണ്ടിയല്ലേ അനുപേട്ട ബൈക്ക് വരെ വിറ്റത്? കിടപ്പാടും പണയും വെച്ചും ഉള്ളതൊക്കെ വിറ്റും പറക്കി എന്നെ കെട്ടിക്കുന്നത് എന്റെ നല്ലൊരു ഭാവി ഓർത്തിട്ടാണെങ്കിൽ, എന്റെ സന്തോഷം ഓർത്തിട്ടാണെങ്കിൽ, അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ ആർക്കും കെട്ടിച്ചു കൊടുത്തിട്ടല്ല, എന്നെ ഒന്ന് പഠിക്കാൻ അനുവദിക്കണം. അത്രേ ഉള്ളൂ. ഇനിയും തുടർന്ന് പഠിക്കണമെന്നുണ്ട് എനിക്ക്. ആദ്യം ഞാൻ എന്റെ സ്വന്തം കളി നിന്ന് ജീവിതം ഒന്ന് ജീവിച്ചോട്ടെ. അത് കഴിഞ്ഞു മതി എനിക്ക് വിവാഹവും മൊണ്ണാങ്കട്ടെ ഒക്കെ. വരുന്നവര് പറയുന്ന വിലക്ക് എന്നെ കൊടുക്കാൻ ഞാൻ ആടോ മാടോ ഒന്നും അല്ലല്ലോ ഏട്ടാ, ഒരു മനുഷ്യജീവിയല്ലേ. ഏട്ടൻ പറയുന്ന അനിയത്തിയോടുള്ള സ്നേഹം ഏട്ടൻ കാണിക്കേണ്ടത് എന്റെ ആഗ്രഹങ്ങളോടൊപ്പം നിന്നോണ്ടാ, അല്ലാതെ വല്ലവന്റെ തലയിൽ വെച്ചുകൊടുത്ത് ഉത്തരവാദിത്തം തീർത്തിട്ടല്ല. എന്റെ വിവാഹത്തെ പറ്റി ഇനി ഈ വീട്ടിൽ ആരും സംസാരിക്കണ്ട. കേട്ടില്ല അനുപേട്ട അവൾ പറഞ്ഞതൊക്കെ? അവൾ പറഞ്ഞതിന് എന്ത് മറുപടി കൊടുക്കാനാവും നമുക്ക്? അവൾ പറഞ്ഞതൊക്കെ ശരിയാ. ആദ്യം അവൾ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങട്ടെ. നല്ലൊരു ജോലിയും ശമ്പളമൊക്കെ ആകുമ്പോൾ അവളുടെ വിവാഹമൊക്കെ താനെ നടന്നോളും. അതെ, ആതിര പറ്റുന്നത്രയും പഠിക്കട്ടെ. അനുപേട്ടൻ്റെ സ്ഥാനത്തുനിന്ന് ഞാൻ പഠിപ്പിച്ചോളാം അവളെ. നല്ലൊരു ജോലി ഞാൻ വാങ്ങിക്കൊടുക്കാം. നമ്മളെല്ലാവരും കൂടിയിരുന്ന് സംസാരിച്ച് പരിഹാരം കാണേണ്ട ഒരു വിഷയത്തിനാ ഇവിടെ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ നടന്നത്. എന്നാലും ബൈക്ക് വിൽക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയായിരുന്നു അനുപേട്ടന്. ഇനിയെങ്കിലും സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ ഇതുപോലെ തല താഴ്ത്തി നിൽക്കേണ്ടി വരരുത് അനുപേട്ടന്. അത് ഏറ്റവും വിഷമമുണ്ടാക്കുന്നത് എനിക്കാ. ആഹാ, താൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഞാൻ അവിടെ എല്ലാം നോക്കി. അല്ല, സന്ധ്യ ഡോക്ടർ ഇവിടെ? താൻ കരയാണോ? എന്താ അർച്ചന, എന്തു പറ്റി? ഞാൻ ഓരോന്നോർത്ത്. എന്തായാലും ഇതെങ്ങനെയൊക്കെയോ അങ്ങ് അവസാനിച്ചു. ആ അജയൻ വരാത്തോണ്ടാ ഇത് മുടങ്ങിയത്. ഇതിലൊരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി എത്രയും വേഗം സന്ദീപിനെ നമുക്ക് കണ്ടുപിടിക്കണം. ഇനി വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല സച്ചേട്ടാ. സന്ദീപിനെ ഞാൻ കണ്ടു. അവനിപ്പോ സുരക്ഷിതമായൊരു സ്ഥലത്തുണ്ട്. എവിടെ? എവിടെ വെച്ചാ അവനെ കണ്ടത്? എവിടെയായിരുന്നു അവൻ? താനൊന്നും ചോദിച്ചില്ലേ? അനുകയോ? അവളും ഉണ്ടായിരുന്നോ?
ഞാൻ എല്ലാം പറയാം. സച്ചേട്ടൻ സമാധാനത്തോടെ ഒന്ന് കേൾക്കണം. എന്താ അർച്ചന, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സച്ചേട്ടന്റെ ഊഹം ശരിയായിരുന്നു. അജയനാ സന്ദീപിനെ അജയൻ, അവനെ ഞാൻ സച്ചേട്ടാ ഇപ്പൊ ഒന്നും വേണ്ട. സച്ചേട്ടാ വേണ്ടെന്നോ? എന്റെ അനിയനെ ഇത്ര ഉപദ്രവിച്ച അവനെ ഞാൻ വെറുതെ വിടണമെന്നാണോ താൻ പറയുന്നത്? ശ്ശോ, വെറുതെ വിടണോന്നല്ല, ഇപ്പൊ സച്ചേട്ട പോണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അർച്ചന, എന്നെ തടയണ്ട. അവൻ എവിടെ ആയിരുന്നാലും അവനെ ഞാൻ കണ്ടുപിടിക്കും. ഇതിനൊക്കെ പകരം വീട്ടുക ഞാൻ ചെയ്യും. അവനെ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു സച്ചേട്ടാ. ഈ നിശ്ചയം മുടങ്ങിയതും അതുകൊണ്ട് തന്നെയാ. അജയനെ പിടിച്ചു വെക്കണം, ഈ നിശ്ചയം മുടക്കണം എന്നൊരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അജയനെ പിന്തുടർന്ന് അവിടെ എത്തിയപ്പോഴാ സന്ദീപിനെ കണ്ടത്. സന്ദീപിനെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. ഹോസ്പിറ്റലിലോ? അവനെന്തെങ്കിലും? കുഴപ്പമൊന്നുമില്ല. തൽക്കാലം അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. നമുക്ക് വേഗം അങ്ങോട്ട് പോകണം. താൻ ഒറ്റയ്ക്ക് ഇതൊക്കെ? ഒറ്റയ്ക്കല്ലായിരുന്നു, ഡോക്ടർ സന്ധ്യയും ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ കൂടി സഹായം ഉണ്ടായിരുന്നു. എല്ലാം ഒരു നിമിത്തങ്ങളാ സച്ചേട്ടാ. നിശ്ചയം മുടക്കാൻ ഞാൻ അജയന്റെ പിന്നാലെ പോയതും സന്ദീപിനെ കണ്ടതും രക്ഷപ്പെടുത്തിയതും ഇവിടെ നിശ്ചയം മുടങ്ങിയതും എല്ലാം നിമിത്തങ്ങളാ. അതേ നിമിത്തം തന്നെ അനികയും കണ്ടെത്തി. അതെ സച്ചേട്ടാ, അനികയും വന്നിട്ടുണ്ട്. അവള് ഏതോ ഒരു ടൂറിലായിരുന്നു എന്ന് തോന്നുന്നു. അതിനുള്ള ശിക്ഷ എന്താണെന്ന് അച്ഛൻ തന്നെ തീരുമാനിക്കട്ടെ. അച്ഛൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയണത്? അനഘ തിരിച്ചു വന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നോ, അതോ എന്റെ മകനോടൊപ്പം ഒളിച്ചോടി പോയതല്ലെന്നറിഞ്ഞതിൽ എനിക്ക് സമാധാനം കിട്ടിയെന്നോ? അങ്കിൾ, ഇവിടെ ഇത്രയും പ്രശ്നം ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഫ്രണ്ട്സ് വിളിച്ചപ്പോ പെട്ടെന്നങ്ങ് പോയി. മൂഡ് ശരിയല്ലായിരുന്നു, അതാ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്. എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് സംസാരിക്കാനുള്ളത് അവന്തികയോടാ. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ഇവള് വിളിച്ചിരുന്നുവെന്നും ഇവളുടെ കൂടെ സന്ദീപ് ഉണ്ടെന്നും കള്ളം പറഞ്ഞത് എന്തിനാണെന്ന്? അത് അച്ഛാ, സന്ദീപിനെ എനിക്കും കാണാതായതുകൊണ്ട് അച്ഛന് വയ്യാതായി എന്നറിഞ്ഞപ്പോ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട്. നീ എന്താ പറഞ്ഞത്? ഇവിടെ നടന്നൊന്നും നീ അറിഞ്ഞില്ലെന്നോ? നിന്റെ ചേച്ചിയോട് ചോദിക്കേ, അവള് പറഞ്ഞുതരും ഇവിടെ എന്താ നടന്നതെന്ന്. നീ ആരോടും പറയാതെ പോയി സന്ദീപിനോടൊപ്പം ഒളിച്ചോടി പോയതാണെന്ന് പറഞ്ഞു പരത്തി. എന്നെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ വിളിച്ചു വന്ന് കള്ളവും പറഞ്ഞു. എത്ര നിസ്സാരമായിട്ടാ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ നിനക്ക് തന്ന അടിയുടെ പകുതി നിന്റെ ചേച്ചിക്കും കൂടി അവകാശപ്പെട്ടതാ. അന്ന് താൽക്കാലികമായി ആശ്വസിച്ചെങ്കിലും
ഇന്ന് അതിനപ്പുറം സമാധാനക്കേടായില്ലേ? സന്ദീപിനെ കുറിച്ച് ഇപ്പോഴും ഒരു അറിവുമില്ലല്ലോ. മക്കളായാലും മരുമക്കളായാലും ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടേ എല്ലാം ചെയ്യാവൂ. ഇല്ലെങ്കിൽ കുടുംബാന്തരീക്ഷം മുഴുവൻ താളം തെറ്റും. അങ്ങനൊരു അവസ്ഥയിലാ ഇപ്പൊ ഇവിടം. അതിന് കാരണക്കാർ നിങ്ങളും. ഇത് എത്രാമത്തെ തവണ അവന്തികെ നീയും ഇവളും ഇങ്ങനെ എന്റെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്നത്? നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതുപോലെ തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്നത് നിങ്ങൾ മാത്രമല്ല, ഈ വീട്ടിലെ ഓരോരുത്തരുമാ. ഇതുപോലുള്ള സംഭവങ്ങൾ വെച്ച് പൊറിപ്പിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒന്നുകിൽ ഇന്ന്, ഇപ്പോ നെല്ലിശ്ശേരിയിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇറങ്ങാം. അല്ലെങ്കിൽ ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന ഉറപ്പോടെ നിങ്ങൾക്കിവിടെ തുടരാം. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇനിയും ഇത് തുടർന്നാൽ ഈ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഞാൻ തരില്ല. ഞാൻ തീരുമാനിച്ച് നടപ്പിലാക്കും. അതിന്റെ പരിണിത ഫലം പിന്നീട് അവന്തികയും അനഘയും ഈ വീട്ടിൽ ഉണ്ടാവില്ല എന്നത് തന്നെയായിരിക്കും.